ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT കെമിസ്ട്രിയിൽ നിന്നുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ന്യൂ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ SCERT ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. SCERTയിലെ എല്ലാ പോയിന്റുകളും എല്ലാ വർക്കൗട്ടും ഒക്കെ ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ വേണമെന്നുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് വരാം. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അടുക്കലേക്ക് എത്തും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഉള്ള സംശയം, കുട്ടികൾ ചോദിക്കുകയാണ്, ഇത് ആറ്റം മാതൃകയാണല്ലോ അല്ലേ? അപ്പോൾ ആറ്റത്തിൻ്റെ ഒരു മാതൃക ഇവിടെ ലാപ്ടോപ്പിൽ ടീച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറയുന്നു, ഇത് ആറ്റം മാതൃകയാണല്ലേ? അതെ, ഇത് മാത്രമല്ല വേറെയും ആറ്റം മാതൃകകൾ ഉണ്ട്. അപ്പോൾ ചിത്രത്തിൽ വിദ്യാർത്ഥികൾ ആറ്റം മാതൃകകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചല്ലോ. പരിചയമുള്ള പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാമോ? ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ ആ പട്ടിക വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പട്ടികയിലെ ഓരോ പദാർത്ഥങ്ങളെയും അതിലെ ഘടകമൂലകങ്ങളെയും അതിൻ്റെ തന്മാത്രയുടെ രാസസൂത്രവും ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതവും തന്നിട്ടുണ്ട്. നമുക്കിനി പഠിക്കേണ്ടത്, ഇപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളോട് ചോദിക്കും. ഇപ്പോൾ സ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾക്കായാലും ശരി തന്നെ ഇത് ഓരോന്നും നമ്മളോട് എക്സാമിന് ചോദിക്കാം. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓരോ പദാർത്ഥങ്ങളും നമ്മൾ നോക്കി പോവുകയാണ്. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് പഞ്ചസാര എന്ന് പറയുന്ന പദാർത്ഥമാണ്. അപ്പോൾ പഞ്ചസാര എന്ന പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകമൂലകങ്ങളാണ് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മളോട് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പഞ്ചസാരയിൽ ഏതൊക്കെ ഘടകമൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. ഇപ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇവയാണ് പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. ഇനി തന്മാത്രയുടെ രാസസൂത്രമാണ് നമ്മൾ പറയുന്നത്. തന്മാത്രയുടെ രാസസൂത്രം എങ്ങനെയാണ്? C12 Ha22 O11 ഇതാണ് തന്മാത്രയുടെ രാസസൂത്രം. അപ്പം നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്ന പഞ്ചസാരയിലെ ആറ്റങ്ങൾ ഏതൊക്കെ ഘടകമൂലകങ്ങൾ നമ്മൾ പഠിച്ചു. അതിലെ തന്മാത്രയുടെ രാസസൂത്രം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഘടകമൂലകങ്ങൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണെന്ന് പറഞ്ഞു. തന്മാത്രയുടെ രാസസൂത്രം C12 H22 O11 എന്നാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം ചോദിച്ചാൽ എന്താണ്? ഈ തന്നിരിക്കുന്ന C12ലെ 12 ഇനി H22 H22 അപ്പോൾ 22 O എത്രയാണ്? 11 അപ്പോൾ 12:22:11 എന്നതാണ് ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് വരുമ്പോൾ അതിലെ ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പഞ്ചസാരയുടെയും അതുപോലെ ഗ്ലൂക്കോസിൻ്റെയും ഘടകമൂലകങ്ങൾ ഒന്ന് തന്നെയാണ്. ഏതൊക്കെയാണ് ഇതിൽ രണ്ടിലും അടങ്ങിയിരിക്കുന്നത്? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഇനി ഗ്ലൂക്കോസിൻ്റെ തന്മാത്ര രാസസൂത്രം എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് C6H12O6 എന്നതാണ് ഗ്ലൂക്കോസിൻ്റെ തന്മാത്ര രാസസൂത്രം. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ തന്മാത്ര രാസസൂത്രം എന്ന് പറയുന്നത് C6, 6 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ആറ്റങ്ങൾ ഹൈഡ്രജൻ 12 ഉണ്ട്, അതുപോലെ O എത്രയാണ്? ഓക്സിജൻ എത്രയാണ്? 6 അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ അനുപാതം നമുക്ക് എഴുതുമ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ
നമുക്ക് ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം പറയുമ്പം എങ്ങനെയാ 1:12 1:1 എന്ന ക്രമത്തിലാണ് ഇവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എന്ന് പറയുന്നത്. 1:2:1 അല്ലേ? അതായത് C6H12O6. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 1:1:2:1 എന്ന് വരും. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നത് പദാർത്ഥം ഏതാ? ജലമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലെ ഘടകമൂലകങ്ങൾ. അതിൻ്റെ തന്മാത്രയുടെ രാസസൂത്രം എങ്ങനെയാണ്? H2O ആണ് ജലം. H2O അതാണ് എന്ത്? ജലം എന്ന് പറയുന്നത്. ഇതിലെ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 2:1 എന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ പദാർത്ഥങ്ങളുടെയും ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം, അതുപോലെ തന്മാത്രാ സൂത്രം, ഘടകമൂലകങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നോക്കിയേ, ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നുവെന്ന് കണ്ടല്ലോ. അപ്പം നമുക്കിതിൽ നിന്ന് ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ എങ്ങനെയാണ്? ഒരു പ്രത്യേക അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പോൾ എന്താ തന്മാത്ര എന്ന് പറഞ്ഞാൽ? തന്മാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് തന്മാത്ര എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് എങ്ങനെയാ? തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ. അപ്പോൾ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം, ഇതൊക്കെ ഈ ഒരു തന്മാത്രകൾ, വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളും അതുപോലെ തന്നെ ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതവുമാണ് പദാർത്ഥങ്ങളിലെ തന്മാത്രകൾക്കുള്ള വ്യത്യാസത്തിന് കാരണം. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്, അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി ഈ തന്മാത്രകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി. ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട്. ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ നോക്കാം. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന അവയേക്കാൾ ചെറിയ കണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഇലക്ട്രോണുകളുണ്ട്, പ്രോട്ടോണുണ്ട്, അതുപോലെ ഏതുമുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതാണ് നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്, ന്യൂട്രോൺ. ഇവയാണ് ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങളെന്ന് പറയുന്നത്. ഇവയെ സബ് അറ്റോമിക കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? സബ് അറ്റോമിക ഘടകങ്ങൾ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ സബ് അറ്റോമിക കണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ഈ കണങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും ആണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വില്യം ക്രൂക്സിൻ്റെ ഒരു പിക്ചർ കൂടി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1832 1919 ഇടയിൽ ജനിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് വില്യം ക്രൂക്സ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് വഴിയെ പറയാം. അപ്പോൾ 1875 അദ്ദേഹം ജനിക്കുന്നത് എന്നാ 1832 അല്ലേ. 1875 വില്യം ക്രൂക്സ് എന്ത് ചെയ്തു, ഈ വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിടുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ അദ്ദേഹം ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയത് എങ്ങനെയാണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്? 1875 വില്യം ക്രൂക്സ് എന്ത് ചെയ്തു, അദ്ദേഹം ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ എന്ത് കടത്തിവിട്ടു? വൈദ്യുതി കടത്തിവിട്ടു. അങ്ങനെ വില്യം ക്രൂക്സ് ലോഹത്തകിടുകൾ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ട് എന്ത് ചെയ്തു? പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് ഇതാണ് അദ്ദേഹം ചെയ്ത പരീക്ഷണം എന്ന് പറയുന്നത്. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് ഈ കാണുന്ന ഈ ഒരു ട്യൂബ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ചാർജ് ട്യൂബിൽ കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു ഉണ്ട്, അതുപോലെ ഇളം പച്ച നിറത്തിലുള്ള തിളക്കമുണ്ടായിരുന്നു. അതിലെന്താണ് ഒരു ആനോഡ് ഇവിടെ കാണുന്ന പോലെ ഒരു ആനോഡ്, പിന്നെ ഒരു വാക്വം പമ്പ്. അപ്പോൾ ഇവിടെ ഒരു വാക്വം പമ്പ് ഉണ്ട്. അതുപോലെ വോൾട്ടേജ് ഉയർന്ന വോൾട്ടത, അദ്ദേഹം ഉയർന്ന വോൾട്ടത കടത്തിവിട്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ് കടത്തിവിട്ടത്. പിന്നെ ഇതിനെന്തുണ്ടായിരുന്നു? ഇതിലൊരു കാഥോഡുണ്ടായിരുന്നു. ആ കാഥോഡിൽ നിന്ന് കാഥോഡ് രശ്മികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് നമ്മൾ കണ്ടു. വായു ഒരു വിദ്യുത് രോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകില്ല. അപ്പോൾ വായു എന്ന് പറയുന്ന വായുവിൻ്റെ പ്രത്യേകത എന്താ? വായു ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ വിദ്യുത് രോധി. ഇൻസുലേറ്ററിൻ്റെ മലയാളം വിദ്യുത് രോധി. ചിലപ്പോൾ PSC എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ ഇതുപോലെ വിദ്യുത് രോധി എന്നൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ വായു ഒരു വിദ്യുത് രോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ എന്ത് കടന്നു പോകില്ല? വൈദ്യുതി കടന്നു പോകില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി അല്ലെങ്കിൽ അവിടെ വൈദ്യുത ഡിസ്ചാർജ് ഉണ്ടാകുന്നതായി കണ്ടു. അപ്പോൾ നമ്മുടെ ക്രൂക്സ് എന്ത് ചെയ്തു? ക്രൂക്സ് ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വായു കടന്നു പോകത്തില്ല, വായു ഒരു വിദ്യുദ്രോധിയാണെന്നും അത് സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വായുവിനെ ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ, വായു നീക്കം ചെയ്താൽ അവിടെ മർദ്ദം കുറയും. അപ്പം മർദ്ദം കുറയുമ്പോൾ എന്ത് ചെയ്യും? ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി നമ്മുടെ വില്യം ക്രൂക്സ് കണ്ടു. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡുകൾ. അപ്പോൾ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡുകൾ അഥവാ ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. അപ്പം നമ്മൾ ഇതിൽ നോക്കിയപ്പോൾ നമുക്ക് കണ്ടു അല്ലേ, ഇവിടെ ഇളം പച്ച നിറം. ഇത് കണ്ടോ, ഇവിടെ ഈ ആനോഡിൻ്റെ ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇവിടെ എന്താ അദ്ദേഹം കണ്ടത്? ഇവിടെ ഒരു ഇളം പച്ച നിറം കണ്ടു എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം. അപ്പോൾ ആ ഒരു ഇളം പച്ച നിറത്തിലുള്ള തിളക്കത്തിന് കാരണം ആരാ? കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് ഈ ഒരു ഇളം പച്ച നിറത്തിന് കാരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് ആ തിളക്കത്തിന് കാരണമെന്ന് പറയുന്നത്. ഈ രശ്മികൾ കാഥോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത് ഏതാ? നമ്മൾ പറഞ്ഞു കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് എന്ത്
ചെയ്യുന്നത് ഒരു തിളക്കത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ആ രശ്മികളെ കാഥോഡ് രശ്മികൾ എന്ന് അറിയപ്പെട്ടു. കാഥോഡ് രശ്മികളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ പറഞ്ഞ വില്യം ക്രൂക്സ്, അപ്പം നമുക്ക് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തിയ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ ഇലക്ട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്, വില്യം ക്രൂക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം, അദ്ദേഹം എന്നാ ഇത് പരീക്ഷണം നടത്തിയത് 1875 നമ്മൾ പഠിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ് ആര് നടത്തിയത്, വില്യം ക്രൂക്സ് നടത്തിയത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് കാഥോഡ് രശ്മികളുടെ കണ്ടെത്തൽ. അദ്ദേഹം കാഥോഡ് രശ്മികളെ കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ. ആ കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അവരെന്ത് കണ്ടെത്തി, മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് ഈ ഒരു സമയത്ത് കണ്ടെത്തിയിരുന്നു, 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡെ പഠിക്കുകയുണ്ടായി. അപ്പോൾ മൈക്കൽ ഫാരഡെ എന്താ പഠിച്ചത്, എന്താ അദ്ദേഹം പറഞ്ഞത്, കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആര് പറഞ്ഞു, നമ്മുടെ മൈക്കൽ ഫാരഡെ പഠിക്കുകയുണ്ടായി. പക്ഷേ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതിരുന്നതും വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ ശ്രമകരമാക്കി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ടെത്തിയെങ്കിലും വായു കുറയുന്നതിനനുസരിച്ച് മർദ്ദം കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്നൊക്കെ ആര് പഠിച്ചു, അതിലൂടെ മാറ്റമുണ്ടാകുമെന്നും ഒക്കെ നമ്മുടെ മൈക്കൽ ഫാരഡെ പഠിച്ചെങ്കിലും അതിന് കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതിരുന്ന അതും അതിന് ആ ഒരു നിർവാത പമ്പുകൾ അതിലില്ല. അതുപോലെ തന്നെ വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ എന്ത് ചെയ്തു, ശ്രമകരമാക്കി. അതിനുശേഷം 1854 ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു, 1854 നമ്മുടെ ഹെൻറിച്ച് ഗീസ്ലർ ഡിസ്ചാർജ് ട്യൂബുകളും അതുപോലെ നിർവാത പമ്പുകളും എന്ത് ചെയ്തു, വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബുകൾ വികസിപ്പിച്ചെടുത്തത് അതുപോലെ നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തത് ആരാണ്, അത് ഹെൻറിച്ച് ഗീസ്ലർ ആണ്. ഹെൻറിച്ച് ഗീസ്ലർ എന്നാണ് 1854 അദ്ദേഹം ഈ പറഞ്ഞ ഹെൻറിച്ച് ഗീസ്ലർ എന്ത് ചെയ്തു, ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുക്കുന്നത്. മെച്ചപ്പെട്ട ഗീസ്ലർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് പ്ലക്കർ അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ഗീസ്ലർ എന്ത് ചെയ്തു, നല്ല ട്യൂബുകളൊക്കെ നിർവാത പമ്പുകളും ഒക്കെ വികസിപ്പിച്ചെടുത്തു. ഇത് വന്നപ്പോൾ നമ്മുടെ ആരാണ്, ജൂലിയസ് പ്ലക്കർ എന്ത് ചെയ്തു, ഈ ഗീസ്ലറുടെ ട്യൂബുകൾ ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ഗീസ്ലറുടെ ട്യൂബുകൾ ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയത് അത് നമ്മുടെ ജൂലിയസ് പ്ലക്കറാണ്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ജൂലിയസ് പ്ലക്കറിൻ്റെ നിരീക്ഷണം എന്തായിരുന്നു, കണ്ടെത്തൽ എന്തായിരുന്നു, അദ്ദേഹം പറഞ്ഞു വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി എന്തുണ്ട്, ഒരു ദീപ്തി ഉണ്ടാകുന്നു. ആ ദീപ്തി കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പം നമ്മൾ കാന്തം മാറ്റി കൊണ്ടുപോയാൽ ആ ദീപ്തിയുടെ തിളക്കം അല്ലെങ്കിൽ ആ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റാമെന്നും ആര് പറഞ്ഞു, നമ്മുടെ ജൂലിയസ് പ്ലക്കർ കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ശാസ്ത്രജ്ഞൻ വന്നു, അദ്ദേഹമാണ് ജോഹാൻ വില്യം ഹിറ്റോർഫ് എന്ന് പറയുന്നത്. ആരാണ്, വില്യം ഹിറ്റോർഫ്. മുഴുവൻ നെയിം എന്താണ്, ജോഹാൻ വില്യം ഹിറ്റോർഫ്. അദ്ദേഹം 1869
ഒയ്ഗൻ ഗോൾഡ് സ്റ്റൈൻ, അദ്ദേഹത്തോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ഒയ്ഗൻ ഗോൾഡ് സ്റ്റൈൻ 1876. അപ്പോൾ ആരൊക്കെയാ? ജോഹാൻ വില്യം ഹിറ്റോർഫും ഒയ്ഗൻ ഗോൾഡ് സ്റ്റൈനും ഇവരെന്ത് ചെയ്തു? ഈ ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തി. നമ്മുടെ ജൂലിയസ് പ്ലക്കറും മറ്റുമൊക്കെ ചെയ്ത പരീക്ഷണങ്ങൾ ആരൊക്കെ ചേർന്ന? ജോഹാൻ വില്യം ഹിറ്റോർഫും അതുപോലെ ഒയ്ഗൻ ഗോൾഡ് സ്റ്റൈനും ചേർന്നിട്ട് ആ പരീക്ഷണങ്ങൾ എന്ത് ചെയ്തു? തുടർന്ന് നടത്തി. കാതോടിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമാകുന്നതെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ ഈ ഒരു തിളക്കത്തിന് കാരണം നമ്മൾ പറഞ്ഞില്ലേ, കാന്തം ഉപയോഗിച്ചാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റാമെന്നൊക്കെ ജൂലിയസ് പ്ലക്കർ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിളക്കത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു രശ്മി, ഇങ്ങനെ കാതോടിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു രശ്മികളാണ്, ഏതോ ഒരു രശ്മികളാണ് തിളക്കത്തിന് കാരണമാ എന്ന് ആര് കണ്ടെത്തി? നമ്മൾ ഈ പറഞ്ഞ ജോഹാൻ വില്യം ഹിറ്റോർഫും ഒയ്ഗൻ ഗോൾഡ് സ്റ്റൈനും കണ്ടെത്തി. അടുത്ത് നമ്മൾ പറയുന്നത് കാതോട് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ. കാതോട് രശ്മികൾക്ക് ചില സവിശേഷതകളൊക്കെ ഉണ്ട്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കാതോട് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വച്ചാൽ നിഴലുണ്ടാകുന്നു. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത എന്താ? ഈ കാതോട് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ അവിടെ എന്തുണ്ടാകുന്നു? നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്നും കാതോട് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ കാതോട് രശ്മികൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാ? നേർരേഖയിലാണ് കാതോട് രശ്മികൾ സഞ്ചരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? കാതോട് രശ്മികളുടെ പാതയിൽ ആധാര്യ വസ്തുക്കൾ വച്ചാൽ അവിടെ എന്തുണ്ടാകുന്നു? നിഴലുണ്ടാകുന്നു എന്നതാണ് കാതോട് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നു എന്നതിന് കാരണം. അപ്പോൾ ദാ കാതോട് രശ്മികൾ സഞ്ചരിക്കുന്ന ആ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, കാതോട് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പാതയിൽ എന്തെങ്കിലും സാധനം വെച്ചാൽ അവിടെ എന്തുണ്ടാകും? അവിടെ നിഴലുണ്ടാകും എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? കാതോട് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വച്ചാൽ അത് കറങ്ങുന്നു. അപ്പോൾ കാതോട് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ എന്ത് ചെയ്യും? അത് കറങ്ങുന്നു. ഇതിൽ നിന്നും കാതോട് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കാതോട് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കാതോട് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വച്ചാൽ അതെന്ത് ചെയ്യും? അത് കറങ്ങും. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു ചക്രം വെച്ച ആ ഒരു ചിത്രം നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. ഇതേപോലെ നേർത്ത ഇതിലുള്ള ഒരു ചക്രമുണ്ട്. ഇത് കാതോട് രശ്മികളുടെ ആ ഒരു പാതയിൽ വെച്ചാൽ അതെന്ത് ചെയ്യും? അത് കറങ്ങും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്നത് എന്താണ്? കാതോട് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. അപ്പോൾ നമ്മൾ കാതോട് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായിട്ട് വൈദ്യുത മണ്ഡലം പ്രയോഗിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കാതോട് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കാതോട് രശ്മികൾക്ക് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാതോട് രശ്മികളുടെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ അതും പറഞ്ഞു. ഇനി എന്താണ്? ഇതുണ്ടോ കാതോട് രശ്മികൾ നമ്മൾ തന്നു. ഇത് ഇവിടെ അതിന് നെഗറ്റീവ് ചാർജാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ കാന്തിക മണ്ഡലത്തിലും എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ കാതോട് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ രശ്മികൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞതുപോലെ കാന്തിക മണ്ഡലത്തിനും അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിൻ്റെ പാതയിലൊക്കെ ഈ രശ്മികൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യതിയാനം വരുത്തുന്നുണ്ട്, വ്യതിയാനം സംഭവിക്കുന്നു. ഈ നമ്മുടെ കാതോട് രശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്യൂബിനുള്ളിൽ
ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ട്യൂബിനുള്ളിലെ വാതകത്തെ മാറ്റിക്കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെ മാറ്റാം, എങ്കിലും ഈ രശ്മികളുടെ സ്വഭാവത്തിൽ എന്ത് വരില്ല, മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ്, കാഥോഡ് രശ്മികളിലെ കണികകൾ എന്ത് ചെയ്യുന്നു, എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കണികകളാണ് ഇലക്ട്രോണുകൾ. അപ്പം നമുക്ക് ഇലക്ട്രോണുകൾ എന്താണ്, ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ കാഥോഡ് രശ്മികളിലെ കണികകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കാഥോഡ് രശ്മികളിലെ കണികകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കാഥോഡ് രശ്മികളിലെ കണികകളെയാണ് നമ്മൾ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ ജെ തോംസൺ എന്തൊക്കെ കണ്ടെത്തി, ഇലക്ട്രോണുകളുടെ ചാർജും, ഇലക്ട്രോണുകൾക്ക് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി, ഇലക്ട്രോണുകളുടെ മാസ് കണ്ടെത്തി, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള അനുപാതം, ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതമാണ് കണ്ടെത്തിയത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്, കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ് എന്ന് പറയണം. കാഥോഡ് രശ്മികളെക്കുറിച്ച് തോംസൺ നടത്തിയ പരീക്ഷണങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. അപ്പം നമ്മുടെ ആരാണ്, നമ്മുടെ ജെ തോംസൺ പറഞ്ഞു എന്താ, കാഥോഡ് രശ്മികളെക്കുറിച്ച് തോംസൺ കുറേ പരീക്ഷണങ്ങൾ നടത്തി, അതൊക്കെ ആരംഗീകരിച്ചു, ശാസ്ത്രലോകം അംഗീകരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് അങ്ങനെ എന്ത് ചെയ്തു, തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് കിട്ടി, നമ്മുടെ ജെ തോംസണ് കിട്ടി. അപ്പോൾ ജെ തോംസന് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1906 നമ്മുടെ ജെ തോംസൺ എന്ത് ലഭിക്കുന്നത്, ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അതെന്ത് പരീക്ഷണങ്ങൾക്കാണ് കിട്ടിയത്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും അതിൽ തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമാണ് 1906 ജെ തോംസൺ എന്ത് നൽകുന്നത്, നോബൽ സമ്മാനം നൽകുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസിനെ കുറിച്ച് ഇവിടെ സൈഡിലൊരു പെട്ടി തന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കി പോകാം. ഇലക്ട്രോണിൻ്റെ അനുപാതം, നമ്മുടെ ഇലക്ട്രോണിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 1.76 × 10⁻11 C/kg ആണ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ്, ഇലക്ട്രോൺ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം, 1.76 × 10⁻11 C/kg ആണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, 1.76 × 10⁻11 C/kg. ഇതാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസും അതുപോലെ അതിൻ്റെ ചാർജും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ആര് പരാജയപ്പെട്ടു, ജെ തോംസൺ വിജയിച്ചില്ല, പരാജയപ്പെട്ടു. പിന്നീട് റോബർട്ട് മില്ലിക്കൺ തൻ്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻19 C നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻10 എത്രയാണ്, -31 kg ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ സി എന്ന് പറയുന്നത് കൂളോമാണ് കേട്ടോ, കൂളോമാണ് എന്തെന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് കൂളോം. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, കൂളോമാണ്. അപ്പോൾ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയത് ആരാണ്, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം
റോബർട്ട് മില്ലിക്കൻ്റെതാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയത് റോബർട്ട് മില്ലിക്കണാണ്. അപ്പോൾ അദ്ദേഹം ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ അദ്ദേഹം എന്താ കണ്ടെത്തിയത്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. എത്ര നെഗറ്റീവ് ചാർജ് അദ്ദേഹം പറഞ്ഞത്? 1.6 × 10⁻19 കൂളോം നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണുകൾക്കുള്ളതെന്ന് കണ്ടെത്തിയത്. ചിലപ്പോൾ എങ്ങനെയും ചോദിക്കാം. 1.6 × 10⁻19 കൂളോം ചാർജ്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണുകൾക്കുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ കണ്ടെത്തിയത്? റോബർട്ട് മില്ലിക്കനാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് കണ്ടെത്തിയത്? പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ആണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാം. 9.1 × 10⁻³ കിലോഗ്രാം. കിലോഗ്രാമിൽ പറഞ്ഞാൽ ഇത്രയാണെന്ന് നമുക്ക് കണക്കാക്കാം. കിലോഗ്രാമിൽ പറയുമ്പോഴാണ് നമ്മളിങ്ങനെ പറയുന്നത്. കൂളോമിൽ പറയുമ്പോൾ നമ്മൾ 1.6 × 10⁻19 കൂളോം എന്ന് പറയും. ഇനി കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? 9.1 × 10⁻31 kg എന്ന് കിലോഗ്രാമിൽ പറയുമ്പോൾ നമ്മൾ പറയും. ഇനി അടുത്തിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോട്ടോണിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോട്ടോൺ 1886 ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ. അപ്പോൾ ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. അപ്പോൾ ഒരു പുതിയ രശ്മിയാണ് കനാൽ രശ്മി. ഓർത്ത് വയ്ക്കുക, കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത് ആര് എന്ന് ചോദിക്കാം. അപ്പോൾ അതാരാ കണ്ടെത്തിയത്? ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? 1886 ഈ പറഞ്ഞ കനാൽ രശ്മികൾ കണ്ടെത്തിയത്. ഇനി അദ്ദേഹം എങ്ങനെയാണ് ഇത് പരീക്ഷണം നടത്തിയത്? അദ്ദേഹം സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി. സുഷിരങ്ങളുള്ള കാഥോഡ് ട്യൂബ് ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി. അപ്പോഴാണ് അദ്ദേഹം എന്ത് കണ്ടെത്തിയത്? കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ, അതായത് ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ കനാൽ രശ്മികൾ അറിയപ്പെട്ട മറ്റൊരു പേരെന്താണ്? ആനോഡ്. ചിലപ്പോൾ ആനോഡ് രശ്മി എന്നായിരിക്കില്ല തരുന്നത്, കനാൽ രശ്മികൾ എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ കനാൽ രശ്മികളുടെ പ്രത്യേകത എന്താണ്? ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്ന്, അതായത് ആനോഡിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ. അപ്പോൾ ഈ കനാൽ രശ്മികൾ പുറപ്പെടുന്നത് എവിടെയാണ്? പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിട്, അതായത് ആനോഡിൽ നിന്നാണ് ഈ കനാൽ രശ്മികൾ പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അറിയപ്പെടുന്ന പേരാണ് ആനോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നു. ഗോൾഡ്സ്റ്റൈൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോൾഡ്സ്റ്റൈൻ എന്ത് ചെയ്തു? ഈ രശ്മികളെക്കുറിച്ച് പഠിക്കുകയും അവയിൽ പോസിറ്റീവ് ചാർജ്, അതായത് ആനോഡിൻ്റെ ചാർജ് അല്ലേ പോസിറ്റീവ് ചാർജ്, ആ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ, ആ വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യും? കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു എന്ന് കണ്ടെത്തി. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു ഈ ഡിസ്ചാർജ് ട്യൂബിൽ അതിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഗോൾഡ്സ്റ്റൈൻ്റെ പരീക്ഷണങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് കനാൽ രശ്മിയുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നത്? വ്യത്യാസമുണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ അദ്ദേഹം എന്ത് ചെയ്തു? പരീക്ഷണം നടത്തി. അങ്ങനെ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങളുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ കണങ്ങളാണ് എന്ത് ചെയ്തത്? അവിടെ കണ്ടെത്തിയത്. നമ്മുടെ ഹൈഡ്രജൻ വാതകം വെച്ച് കണ്ടെത്തിയ പരീക്ഷണത്തിൽ ഇത് ഒരു സബ് അറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയതും
പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ഏണസ്റ്റ് റുദർഫോർഡാണ്. അപ്പോൾ ഈ റുദർഫോർഡാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഇതൊരു സബ് അറ്റോമിക കണമാണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ പ്രോട്ടോൺ എന്ന പേരും നൽകി. അപ്പോൾ പ്രോട്ടോൺ എന്ന പേര് നൽകിയത് ആരാ? ഏണസ്റ്റ് റുദർഫോർഡാണ്. അപ്പോൾ ഏതിനെയാണ് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തിയതും അതൊരു സബ് അറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയതും അതിന് പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാ? നമ്മുടെ റുദർഫോർഡാണ്. ഇനി നോക്കിയേ, ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക. അപ്പോൾ ഇവിടെ ആറ്റത്തിൻ്റെ മാതൃകകളെ കുറിച്ചാണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്ലം പുഡിംഗ് മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പ്ലം പുഡിംഗ് മാതൃക എങ്ങനെയാണെന്ന്. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. അപ്പോൾ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മാതൃക ചോദിച്ചാൽ അപ്പം എഴുതിക്കൊള്ളണം ആരാ? ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാ? ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ പറഞ്ഞ പ്ലം പുഡ് മാതൃക അവതരിപ്പിച്ചത്. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്ലം പുഡിംഗ് മാതൃക എങ്ങനെയാ? ഈ നമ്മളെ ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മാതൃക അനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളം പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ആ ഗോളത്തിലെ ആ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ ഈ ഗോളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ എല്ലാ പോസിറ്റീവ് ചാർജുകളുടെയും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എങ്ങനെയാണ്? എണ്ണം എന്ന് പറയുന്നത് തുല്യമാണ്. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് അവിടെ എന്തില്ല? വൈദ്യുതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് നിർവീര്യമാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക കണ്ടെത്തിയതോടെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ടെത്തിയെങ്കിലും ഇതൊത്തുകൊണ്ട് ഒരുപാട് വിശദീകരണം ആളുകളൊക്കെ ചോദിച്ചു. അപ്പോൾ മറ്റുള്ളവരുടെ ചോദിച്ചു ആ ചോദ്യത്തിനൊന്നും ശരിയായ ഉത്തരം പറയാൻ ആർക്ക് സാധിച്ചില്ല? നമ്മുടെ ജെ തോംസന് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക എന്ത് ചെയ്തു? പിന്തള്ളപ്പെട്ടു. നമ്മുടെ ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മാതൃക പിന്തള്ളപ്പെട്ടു. അടുത്ത് നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. റേഡിയോ ആക്റ്റീവത. അപ്പോൾ എന്താ റേഡിയോ ആക്റ്റീവത എന്ന് പറഞ്ഞാൽ നോക്കാം. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി മൂലകങ്ങൾ ചോദിച്ചാൽ തന്നെ നമുക്ക് പറയാം യുറേനിയം, തോറിയം ഇതൊക്കെ എന്താണ്? റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. അപ്പോൾ ഈ മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്നു. ആ സ്വയം വികിരണങ്ങൾ പുറത്തുവിടുന്ന ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്കറലാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാ? ഹെൻറി ബെക്കറലാണ് റേഡിയോ ആക്റ്റീവത കണ്ടെത്തുന്നത്. 1896 ഹെൻറി ബെക്കറൽ എന്ത് കണ്ടെത്തുന്നത്? റേഡിയോ ആക്റ്റീവത കണ്ടെത്തുന്നത്. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തു വരുന്നത്. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവതയുടെ ഫലമായിട്ട് 3 തരത്തിലുള്ള കിരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തു വരുന്നത്. അതിൽ പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, അതുപോലെ എന്താണ് നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസുമില്ലാത്ത ഗാമ കിരണങ്ങൾ എന്നിവ
ഉൾപ്പെടുന്നു. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങളാണുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് 3 തരം കിരണങ്ങൾ, റേഡിയോ ആക്റ്റീവ് കിരണങ്ങളുണ്ട്. അതിൽ റേഡിയോ ആക്റ്റീവതയുടെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? പുറത്ത് വരുന്നത് ഈ 3 തരത്തിലുള്ള കിരണങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ. അപ്പോൾ ആൽഫ കിരണങ്ങളുടെ പ്രത്യേകത ചോദിക്കാം. അതിനെന്താണ്? പോസിറ്റീവ് ചാർജാണ്. ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജാണ്. അതുപോലെ അതിനെന്തുണ്ട്? മാസ് ഉണ്ട്. ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, മാസും ഉണ്ട്. അതാണ് ആൽഫ കണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ചാർജ് ഉള്ളതാണ് ബീറ്റാ കിരണങ്ങൾ. ബീറ്റാ കിരണങ്ങളുടെ പ്രത്യേകത എന്താണ്? ബീറ്റാ കിരണങ്ങൾക്ക് എന്താണ്? നെഗറ്റീവ് ചാർജ്. ബീറ്റാ കിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളത്. ഇനി അടുത്തൊരു കിരണം കൂടിയുണ്ട്. അതാണ് ഗാമാ കിരണം. ആ ഗാമാ കിരണത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ചാർജും ഇല്ല, മാസുമില്ല. അപ്പം ഇങ്ങനെ ചോദിക്കാം, ചാർജും മാസുമില്ലാത്ത കിരണങ്ങൾ ഏതാണ്? ചാർജും മാസും ഒന്നുമില്ല, ചാർജില്ല, അതുപോലെ എന്തില്ല? മാസില്ല, ചാർജ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കിരണമാണ് ഏത്? ഗാമാ കിരണം എന്ന് പറയുന്നത്. ഗാമാ കിരണം. അടുത്ത് നമ്മൾ പറയുന്നത് റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ റൂദർഫോർഡ് എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്ന് നമുക്ക് നോക്കാം. 1911 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാസ്ഡൻ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ആരൊക്കെയാ? 1911 നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നേതൃത്വം നൽകി. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹാൻസ് ഗീഗർ ഉണ്ടായിരുന്നു, ഏണസ്റ്റ് മാസ്ഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാസ്ഡൻ, അതുപോലെ നമ്മുടെ റൂദർഫോർഡ് ഇവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ പരീക്ഷണം നടത്തി. ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. അപ്പോൾ ഈ പരീക്ഷണത്തിലൂടെയാണ് എന്ത് ചെയ്തത്? ആറ്റത്തിൻ്റെ ആ ഒരു ഘടനയെക്കുറിച്ചുള്ള ഒരു വ്യക്തത വന്നത്. റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റൂദർഫോർഡ് ശ്രമിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? ഇവർ റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങൾ, അതായത് നമ്മൾ യുറേനിയം, തോറിയം ഇങ്ങനെ വരുന്ന പദാർത്ഥങ്ങൾ എന്ത് ചെയ്തു? ഇവയിൽ നിന്ന് പുറത്ത് വരുന്ന പോസിറ്റീവ് ചാർജുള്ള കണമാണ് എന്ത്? പോസിറ്റീവ് ചാർജ് മാസുമൊക്കെ ഉള്ള കിരണമാണ് ആൽഫ കിരണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ എന്ത് ചെയ്തു? ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റൂദർഫോർഡ് ശ്രമിച്ചു. സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. അപ്പം എന്ത് ചെയ്തു? ഈ സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കണങ്ങളെ എന്ത് ചെയ്തു? വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. ഇതേപോലെ എന്ത് ചെയ്തു? ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫ്രെയിമിൽ ഇവരെന്ത് ചെയ്തു? അതിനെ പതിപ്പിച്ചു. പരീക്ഷണത്തിൽ അദ്ദേഹം താഴെ പറയുന്ന നിരീക്ഷണങ്ങൾ കൂടി നടത്തി. ചുമ്മാ പരീക്ഷണം നടത്തുകയല്ല, അവർ നിരീക്ഷിച്ചുകൊണ്ടാണ് പരീക്ഷണം നടത്തുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് അവർ നടത്തിയത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. അപ്പോൾ എന്താ ചെയ്തത്? ഒന്നാമത്തെ നിരീക്ഷണം എന്തായിരുന്നു? ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. ഇനി ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. ചില ആൽഫ കണങ്ങൾ എന്താ ചെയ്തത്? സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. അതുപോലെ വളരെ കുറച്ച് ആൽഫ കണങ്ങൾ ഏകദേശം
നമ്മുടെ 20,000-ൽ താഴെ ഉള്ള ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മുടെ ഈ ഒരു നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണ്? ഈ നിരീക്ഷണത്തിൽ നിന്നും റുദർഫോർഡ് ചില അനുമാനങ്ങളിൽ എത്തിച്ചേർന്നു. എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. അപ്പോൾ ഒന്നാമതായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് എന്താ? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എങ്ങനെയാണ്? ശൂന്യമാണ്. ആ ശൂന്യമായതുകൊണ്ടാണ് ആ ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. ഇനി രണ്ടാമത് എന്താ പറഞ്ഞത്? പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്ത് കൂടി കടന്നു പോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ആൽഫ കണങ്ങൾക്ക് നമ്മൾ പറഞ്ഞു. ചിലത് ഇവയിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്ത് ഇങ്ങനെ കടന്നു പോയപ്പോഴാണ് എന്ത് ചെയ്തത്? അവ വികർഷിക്കപ്പെട്ടിട്ട് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. അടുത്തെന്താ പറയുന്നത്? ആറ്റത്തിലുള്ള മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഇത് ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു മധ്യഭാഗത്തെ വ്യാപ്തം എന്ന് പറയുന്നത്, കേന്ദ്രഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. അപ്പോൾ ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു? 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നു എന്ന് പറഞ്ഞു. ഈ കേന്ദ്രത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കാൻ കാരണം അതാണ് നമ്മളിതിവിടെ പറഞ്ഞത്. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണെന്ന് നമ്മുടെ റുദർഫോർഡ് കണ്ടെത്തി. ഈ കേന്ദ്രഭാഗം ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ എന്താണ്? അത് തീരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെ അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതാം. ഇനി നമുക്ക് റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ എന്തൊക്കെ പറയാം? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. അപ്പോൾ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ഇനി ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് എന്തുണ്ട്? വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ മാസ്, ഇതൊക്കെ പൂർണ്ണമായും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ മാസ് ഏകദേശം പൂർണ്ണമായും എന്താണ്? ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോൾ ഈ മാതൃക സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പോൾ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് ആരാ? ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പോൾ റുദർഫോർഡിൻ്റെ മാതൃകയാണ് സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഈ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ. അപ്പോൾ ഈ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ്? വൈദ്യുതകാന്തിക സിദ്ധാന്തപ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജം പുറത്തുവിടേണ്ടതാണ്. അതിനാൽ റുദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ
തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഊർജം പുറത്തുവിടും. അപ്പോൾ അതിനാൽ എന്ത് ചെയ്തു? റുദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി എന്ത് ചെയ്യുന്നു? ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എന്താ ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ റുദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ ആർക്ക് സാധിച്ചില്ല? റുദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ ആർക്ക് സാധിക്കാതെ പോയത്? റുദർഫോർഡിനെ സാധിക്കാതെ പോയത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സൗരയൂഥ മാതൃക ആരുടേതാണ്? റുദർഫോർഡിൻ്റേതാണ്. അടുത്ത നമ്മൾ പറയുന്നത് ന്യൂട്രോണുകളെ കുറിച്ചാണ്. ന്യൂട്രോൺ നോക്കാം. ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. അപ്പം ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസ് റുദർഫോർഡ് കണക്ക് കൂട്ടിയതുപോലെയൊന്നും അല്ല. അതിനെക്കാട്ടിയും അവിടുത്തെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് കണ്ടത്. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇത് പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ ആർക്ക് സാധിച്ചില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 നമ്മുടെ ജെയിംസ് ചാഡ്വിക്ക് എന്ത് ചെയ്തു? ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണെന്നും കണ്ടെത്തി. അപ്പോൾ ചില നിർവീര്യ കണങ്ങൾ ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണെന്നും കണ്ടെത്തിയത് ആരാ? അത് 1932 ജെയിംസ് ചാഡ്വിക്ക് ആണ് അങ്ങനെ കണ്ടെത്തിയത്. അപ്പോൾ 1932 ജെയിംസ് ചാഡ്വിക്ക് എന്ത് കണ്ടെത്തി? ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്ന് കണ്ടെത്തി. അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണെന്നും കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് നൽകി. അപ്പം ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ്. അതുകൊണ്ട് അതിന് ചാർജ് ഇല്ലാത്തതിനാലാണ് അതിനെന്ത് പേര് നൽകിയത്? ന്യൂട്രോൺ എന്ന പേര് നൽകിയത്. അപ്പം ന്യൂട്രോൺ എന്ന പേര് നൽകിയത് ആരാ? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ജെയിംസ് ചാഡ്വിക്ക് ആണ് ന്യൂട്രോണിന് ന്യൂട്രോൺ എന്ന പേര് നൽകിയത്. അടുത്ത് നമ്മൾ നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃകയെക്കുറിച്ചാണ് പറയുന്നത്. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. അപ്പോൾ ബോർ ആറ്റം മാതൃക ആര് കൊണ്ടുവന്നതാണ്? നീൽസ് ബോറാണ് കൊണ്ടുവന്നത്. അതെന്താണ്? റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായിട്ടാണ് നമ്മുടെ നീൽസ് ബോർ എന്ത് ചെയ്തത്? 1913 ഈ ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത്. അപ്പോൾ ബോർ ആറ്റം മാതൃകയിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ ആണ്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് എങ്ങനെയാണ്? നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് നമ്മുടെ ബോർ എന്ത് ചെയ്തു? കണ്ടെത്തി. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് എന്തുണ്ട്? ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ എന്തെന്ന് പറയുന്നു? ഊർജ നിലകൾ എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണുകളുടെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യോ? ഇല്ല. അപ്പോൾ നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സ്ഥിരോർജ നിലകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ സ്ഥിരോർജ നിലകൾ എന്നറിയപ്പെടുന്നത് എന്ത്? അത് എന്താണ്? ഓർബിറ്റുകളാണ്. ഓർബിറ്റുകളെ അറിയപ്പെടുന്ന പേരാണ് സ്ഥിരോർജ നിലകൾ.
ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടുന്നോ കുറയുന്നോ? ഓർബിറ്റുകളുടെ അകലം കൂടും. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകൾക്ക് എന്ത് സംഭവിക്കും? ഓർബിറ്റുകളുടെ ഊർജം കൂടും. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? മാറുന്നു. അങ്ങനെ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. ഊർജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യുന്നു. അത് നമ്മൾ നല്ലതുപോലെ പഠിച്ചു വെക്കണം. അപ്പോൾ ഒന്നാമത് എന്താ പറഞ്ഞത്? ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഊർജം പുറത്തേക്ക് വിടും. ഇനി രണ്ടാമത് പറഞ്ഞെന്താണ്? ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ മാറുമ്പോൾ എന്ത് ചെയ്യും? ഊർജം ആഗിരണം ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ഊർജം ആഗിരണം ചെയ്യുന്നത് എപ്പോഴാണ്? ഊർജം ഓർബിറ്റിലേക്ക്, അതായത് ഊർജം പുറത്തേക്ക് വിടുന്നത് എപ്പോഴാണ്? അത് രണ്ടും ഓർത്തു വയ്ക്കുക. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓർബിറ്റൽ, രണ്ടാമത്തെ ഓർബിറ്റൽ, അതുപോലെ മൂന്നാമത്തെ ഓർബിറ്റൽ, 4, 5 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർബിറ്റുകൾക്ക് ആ ഒരു സംഖ്യ നൽകി സൂചിപ്പിക്കാം. ഇനി എന്താണ്? തുടർന്ന് വന്ന ചില പഠനങ്ങളിൽ ഊർജ നിലകളെ ഷെല്ലുകളെന്നും വിളിച്ചിരുന്നു. അപ്പോൾ പിന്നീടുള്ള പഠനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഈ ഊർജ നിലകളെ എന്തെന്ന് വിളിച്ചു? ഷെല്ലുകളെന്ന് വിളിച്ചു. 1, 2, 3, 4 ഊർജ നിലകളെ യഥാക്രമം K, L, M, N എന്നിങ്ങനെ ഷെല്ലുകളായി പരിഗണിക്കാം. അപ്പം നമ്മൾ സബ് അറ്റോമിക കണങ്ങളായ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ ചില സവിശേഷതകളാണ് അടുത്ത് നമ്മൾ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ കണത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആറ്റത്തിലെ കണങ്ങൾ ഏതൊക്കെയാണ്? നമ്മളെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ കണങ്ങൾ. ന്യൂട്രോൺ. ഇനി ആറ്റത്തിലെ സ്ഥാനം, പ്രോട്ടോണിൻ്റെ സ്ഥാനം എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. പ്രോട്ടോണിൻ്റെ സ്ഥാനം ന്യൂക്ലിയസ് ആണ്. ഇനി ഇലക്ട്രോണിൻ്റെ സ്ഥാനം നമുക്കറിയാം, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിലാണ് അല്ലേ? ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഷെല്ലുകളിൽ കൂടി കറങ്ങുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓർബിറ്റിലാണ്. ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ. അതുപോലെ ന്യൂട്രോണിൻ്റെ സ്ഥാനം എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സ്ഥാനം എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോണുകൾ ഷെല്ലുകൾ അഥവാ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഓരോന്നിൻ്റെയും സ്ഥാനം. പ്രോട്ടോണിന് ചാർജ് എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിന് ചാർജ് ഉണ്ടോ? ഇല്ല, നോ ചാർജ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ പറയാൻ പറ്റും, നമ്മുടെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂക്ലിയസിന് ചാർജ് ഒന്നും ഇല്ല. അടുത്ത നമ്മൾ മാസ്സാണ് പറയുന്നത്. ഓരോന്നിൻ്റെയും മാസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? പ്രോട്ടോണിൻ്റെ മാസ് 1.00727 യു ആണ്. യു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സൂചിപ്പിക്കുന്നത്? യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്നാണ് യു സൂചിപ്പിക്കുന്നത്. യൂണിഫൈഡ് അറ്റോമിക് മാസ് അഥവാ യു എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് അറ്റോമിക് മാസ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് നമുക്ക് പറയാം? 1.0072 യു ആണ്. ഇനി ഇലക്ട്രോൺ ആണെങ്കിൽ എത്രയാ? 0.0000548 യൂണിഫൈഡ് അറ്റോമിക് മാസ്സാണ്. അതുപോലെ നമ്മുടെ ന്യൂക്ലിയസിനാണെങ്കിലോ 1.008666 യൂണിഫൈഡ് മാസ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് കണക്കാക്കുന്നത്. ഇനി അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ മാസ് സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, 1.6726 ഇൻറ്റു 10⁻⁻27 kg. അതാണ് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിൻ്റെ മാസ് ആണെങ്കിലോ, ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുമ്പം ഇലക്ട്രോണിൻ്റെ മാസ്
9.10 ഇൻറ്റു 10⁻31 kg ആണ് kg. ഇനി ന്യൂട്രോണിൻ്റെ മാസ് നമുക്ക് നോക്കാം. ന്യൂട്രോണിൻ്റെ മാസ് എത്രയാണ്? 1.6749 ഇൻറ്റു 10⁻27 kg. അതാണ് ന്യൂട്രോണിൻ്റെ മാസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ്. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് എങ്ങനെയാണ്? പ്രോട്ടോണിനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 1 U ആണ്, 1 U ആണ്, 1 യൂണിഫൈഡ് അറ്റോമിക് മാസാണ് പ്രോട്ടോണിന് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിനാണെങ്കിൽ അവിടെ നമ്മൾ മാസൊന്നും ഉപയോഗിക്കുന്നില്ല, 0 അതുപോലെ ന്യൂക്ലിയസിനാണെങ്കിൽ എന്താണ്? 1 യൂണിഫൈഡ് അറ്റോമിക് മാസ്. അപ്പോൾ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഓരോ യൂണിഫൈഡ് അറ്റോമിക് മാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. അപ്പോൾ നമ്മളൊരു പ്രോട്ടോണിൻ്റെ മാസ്, ആ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്ന 1837 ഒരു ഭാഗമാണ് ആരുടെ മാസ്? ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗമാണ് ആരുടെ മാസ്? നമ്മുടെ ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ വിവിധ ആറ്റം മാതൃകകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. രസതന്ത്രത്തിലെ പല ആശയങ്ങളും ലളിതവൽക്കരിക്കുന്നതിന് ഈ ആറ്റം മാതൃകകൾ സഹായിച്ചു. പിന്നീട് ധാരാളം ആറ്റം മാതൃകകൾ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ചു. ഇവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചില പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് നമ്മൾ പറയണം. ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? അതിനു മുമ്പ് ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്? നീൽസ് ബോറാണ്. ഓർബിറ്റ് എന്ന ആശയം കൊണ്ടുവന്നത് നീൽസ് ബോറാണ്. അതുപോലെ രണ്ടാമത് ചോദിച്ചിട്ടുണ്ട്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയത് ആരൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു പരീക്ഷണങ്ങൾ നടത്തിയത് ആരൊക്കെയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്രോണിനെ കണ്ടെത്തിയത്